മോർണിംഗ് ആക്ടിവിറ്റിയിൽ ആദില ഭയങ്കര വലിയ നന്മമരം കളിക്കാൻ നോക്കിയാണ്. ആദില പറയാണ്, ഇവിടെ വന്നപ്പോൾ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു ശൈത്യ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ പിന്നെ അനുമോളായി. അപ്പം അനുമോളുമായിട്ടുള്ള ഇപ്പോൾ ഒരു ചെറിയ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഞങ്ങൾ ഫ്ലാറ്റിൽ അങ്ങനെ ആരെയും കൂടുതലായിട്ട് കോണ്ടാക്ട്സിൽ അങ്ങനെ ഞങ്ങൾ വെക്കാറില്ല. ഫ്ലാറ്റിലേക്ക് പോലും അവരെ അങ്ങനെ വിളിക്കാറുമില്ല. അത് ഒരുപാട് ബാഡ് ഇഷ്യൂസൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത് കൊണ്ടാണ്. പിന്നെ എന്തുണ്ടെങ്കിലും പറഞ്ഞു തീർക്കണമെന്നുള്ളതാണ് എൻ്റെ ഒരു സ്വഭാവം. ഇടിയായാലും സ്നേഹമായാലും എന്തായാലും അത് അപ്പം തന്നെ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്നൊരു സ്വഭാവം എനിക്കില്ല. അത് എനിക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എനിക്ക് എന്തെങ്കിലും ഉള്ളിലുണ്ടെങ്കിൽ ഞാനത് പുറത്ത് പറയും. അത് ദേഷ്യമാണെങ്കിലും അങ്ങനെ തന്നെയാണ് എൻ്റെ സ്വഭാവം. പിന്നെ അനുമോളുമായിട്ടുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചതാണ്. കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ. അങ്ങനെയൊക്കെ ഭയങ്കര നന്മമരം പറയുകയാണേ. എന്നിട്ട് പറയാണ്, നെവിനും ഷാനവാസും ഒക്കെ ആയിട്ട് ഉള്ള പ്രശ്നങ്ങൾ ഞാൻ രാത്രിയോളം ഇരുന്ന് സംസാരിച്ചത് ക്ലിയർ ചെയ്യുന്നതിനെ പറ്റി ഞാൻ ചർച്ച ചെയ്യാറുണ്ടായിരുന്നു. എനിക്കിങ്ങനെ രണ്ടുപേർ തമ്മിൽ പിണങ്ങിയിരിക്കുന്നതും മിണ്ടാതിരിക്കുന്നതും ഒന്നും എനിക്കിഷ്ടമല്ല. ഞാൻ മാക്സിമം അവരെ ഒത്തൊരുമിപ്പിക്കാൻ നോക്കുന്ന ഒരാളാണ്. എന്നെ എന്ത് വേണമെങ്കിലും ചിത്രീകരിച്ചോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ഓക്കെ ആവണം, എൻ്റെ പാർട്ട് ക്ലിയർ ആവണം, നിങ്ങൾ ഓക്കെ ആവണം, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും അത് പറഞ്ഞ് തീർത്ത് ക്ലിയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോഴെല്ലാം ബിഗ് ബോസിൻ്റെ ക്യാമറ അനുമോളെ ഇങ്ങനെ എടുത്ത് ഫോക്കസ് ആയിട്ട് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അനുമോളി പറയുന്നതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലാതെ മൈൻഡൊന്നും ചെയ്യുന്നില്ല. എനിക്കിങ്ങനെ ഒരാൾ മിണ്ടായിരിക്കുമ്പോൾ അതൊരു നെഗറ്റീവ് അടിക്കും. അതങ്ങനെ എനിക്ക് പോസിറ്റീവാക്കി മാറ്റണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നൊക്കെ പറയാം. പിന്നെ എൻ്റെ പ്രിവിലേജായിട്ട് എനിക്ക് എൻ്റെ നൂറയുണ്ട്, എൻ്റെ പാർട്ട്ണർ. എന്നെ പുറകിൽ നിന്ന് കുത്തില്ല, ചതിക്കില്ല എന്നുള്ള, അല്ലെങ്കിലും ആ മണ്ടി അങ്ങനെയൊന്നും ചെയ്യില്ല. അപ്പോഴേക്കും ബിഗ് ബോസ് ഈ ചളി കേട്ടിട്ടാണെന്ന് തോന്നുന്നു ബസർ അടിച്ചു ഉടനെ പറയാണ്, അവിടെ നിന്ന് നിൽക്കി ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും പറഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്. പറഞ്ഞത് തന്നെ പറയുന്നു എന്നുള്ളത് കൊണ്ടായിരിക്കണം ബിഗ് ബോസ് ആ ബസറടിച്ച് ആളെ മാറ്റാൻ നോക്കിയത്. ഇവിടുന്ന് പുറത്ത് പോയ ചിലർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അനുമോൾക്ക് പുറത്ത് ഫ്രണ്ട്സൊന്നുമില്ല, അനുമോൾ യൂസ് ആൻഡ് ത്രോ ആയിട്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ്, ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ല. പക്ഷെ ഞാനിതൊന്നും അറിയാതെ ആ ഒരു വലയിൽ വീണെന്നാണ് അതിൽ പറയുന്നത്. നിങ്ങൾ ഫ്രണ്ട് ആവരുത്, അടുത്തുനിന്ന് നീ ആയിരിക്കുമെന്ന് അവർ പോയവരെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നെന്നൊക്കെ ആതിര പറയുന്നുണ്ട്. പക്ഷേ കാണിച്ച സ്നേഹത്തിൽ ഞാൻ വീണു പോയെന്ന് പറയുന്നു ആതിര. ഞാൻ നൂറെ മാത്രമായിട്ട് നിന്ന് ആ ഒരു ടൈമിൽ നമ്മളോട് സ്നേഹവും കാര്യമൊക്കെ കാണിച്ചപ്പം നമ്മളതിൽ വീണു പോകും. അതുകൊണ്ട് ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പോകുമ്പം വീട്ടിലോട്ട് കയറ്റാത്ത മാത്രമല്ല, ഒരു സ്ട്രോങ് പേഴ്സൺ കൂടി ആയിരിക്കും. ഉള്ളിലോട്ട് ആരെയും എടുക്കത്തില്ല, വിശ്വാസം ഇല്ലാത്തവരെ എടുക്കത്തേ ഇല്ലെന്ന് പറയുന്നുണ്ട്. അനുമോളെ എത്ര മാത്രം കരിവാരി തേക്കാൻ പറ്റുമോ അത്രമാത്രം കരിവാരി തേച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സൈഡിൽ കൂടി ഇന്ന് രാവിലെ മുതൽ ഇവൾ മാക്സിമം പരിപാടി നോക്കി. അനീഷുമായിട്ട് ചേർന്നിട്ട് കൂട്ടി യോജിപ്പിക്കാനുള്ള പരിപാടികളെല്ലാം ഫെയിലായിപ്പോയി. അപ്പോൾ വീണ്ടും അവൾ മോർണിംഗ് ആക്ടിവിറ്റിയിൽ മാക്സിമം അനുമോളെ എന്തെല്ലാം പറയാമോ അത് ഇത്രയും പറയുന്നുണ്ട്. എന്തൊരു സ്വഭാവമാണെന്ന് നോക്കിയേ. ഒരാൾ ഇന്നലത്തെ സംസാരത്തിന് ശേഷം അനുമോൾ ഒരു അക്ഷരം പോലും വേണ്ടിയിട്ടില്ല. അപ്പോൾ ആ നിലയ്ക്ക് വെച്ച് ഇവർ അത് കീപ്പ് ചെയ്യണമായിരുന്നു. ഇന്നലെ കഴിഞ്ഞു. പക്ഷേ ഇന്നിപ്പോൾ മോർണിംഗ് ആക്ടിവിറ്റിയിൽ പറഞ്ഞേക്കുന്ന വാചകം നോക്കി.